നമ്മൾ ഒരാളോട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് നമ്മുടെ അടുത്ത് അതേ ബിഹേവിസം കിട്ടിയില്ല, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള സംസാര രീതിയല്ല നമ്മളുടെ അടുത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ സംസാരിക്കുന്നത്. നമ്മൾ എത്ര നല്ല രീതിയിൽ അയാളുടെ അടുത്ത് സംസാരിച്ച് അയാൾ തിരിച്ച് അയാളുടെ ഒരു കൾച്ചറൽ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആ ബന്ധം നല്ലൊരു റിലേഷനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുപാട് പേരുണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ. നമ്മൾ എങ്ങനെ ഇടപെടുന്നോ അതേ രീതി. അപ്പം നമ്മളിപ്പോൾ ചീത്ത രീതിയിലാണ് ഇടപെടുന്നതെങ്കിൽ അതേ രീതിയിൽ ഇടപെട്ടോട്ടെ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവരെ ഒരുപാട് എക്സ്പെക്റ്റേഷനിലൂടെ അവരെ നമ്മൾ നല്ല രീതിയിൽ ഇടപെടുന്ന സമയത്ത് തിരിച്ചും അതേ രീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചിലപ്പം നമുക്ക് ഒരുപാട് നല്ല രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ അവരുടെ, പക്ഷെ തിരിച്ച് അവരിൽ നിന്ന് ആ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടുന്നില്ല, നമുക്ക് അതേ രീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടുത്ത് അതേ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ബന്ധം അവരുടെ അടുത്ത് പുലർത്താതിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുത്തേക്ക് പറയുന്നത്. അത് ഇപ്പോൾ ഫ്രണ്ട്സിൽ തന്നെ ആവാം. ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് പേര് നമുക്ക് അകറ്റി നിർത്താൻ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഇടപെടുന്ന രീതി തിരിച്ചിടപെടാത്തത് കൊണ്ടാണ്. പല ഫ്രണ്ട്സിനെ നമുക്ക് ഭാവിയിൽ നമുക്കിങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് കൊച്ചുനാൾ പോലെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഫിൽട്ടർ ചെയ്ത് കുറേ പേര് പോയി കളയും. പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നി നമ്മുടെ സംസാരം അവർക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവരുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാരണമായിരിക്കും. രണ്ടുപേരും ടാലി ആയില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും സംസാരങ്ങൾ തമ്മിൽ ടാലി ആയില്ലെങ്കിൽ ഒരിക്കലും ബന്ധങ്ങൾ മുമ്പോട്ട് പോകത്തില്ല.